ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ ഇഗ്നിസിൻ്റെ ബേസ് വേരിയൻ്റാണ്. 2024 ഓണം സീസണിൽ എല്ലാ മാനുഫാക്ചേഴ്സും അവരുടെ എല്ലാ മോഡലുകൾക്കും ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഓണം സീസണിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി ഓഫർ എന്ന് എനിക്ക് ഫീൽ ചെയ്തത് ഇഗ്നിസിൽ കൊടുത്തിരിക്കുന്ന ഓഫറാണ്. ഇപ്പോൾ ഒരു 6 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങളൊരു കാറ് നോക്കുന്നുണ്ടെങ്കിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി കാർ എന്ന് വിളിക്കാവുന്നതും നമ്മളുടെ ഇഗ്നിസിനെ തന്നെയാണ്. ശരിക്കും ഇഗ്നിസ് കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മളുടെ പഞ്ച്, എക്സ്റ്റർ, സിട്രൺ C3 ഒക്കെ ആയിട്ടാണെങ്കിലും ഇപ്പോൾ ഈ ഓണം ഓഫർ വന്നപ്പോൾ 6 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾ ഏത് കാർ നോക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു വാഹനമായിട്ട് ഇഗ്നിസ് മാറിയിരിക്കുകയാണ്. ഇഗ്നിസിൻ്റെ ഓണം ഓഫറിലേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തം 80,000 രൂപയുടെ ഓഫറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഓൾ ടുഗദർ പ്ലസ് സ്ക്രാച്ച് ആൻഡ് വിൻഡ് പോലെയുള്ള സംഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 80,000 രൂപയുടെ ഓഫർ എല്ലാ വേരിയൻറ്റുകൾക്കും അവൈലബിൾ ആണ്. മാനുവൽ വേരിയൻറ്റിന് 45,000 രൂപയുടെ ഡയറക്റ്റ് ക്യാഷ് ഡിസ്കൗണ്ടും ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് 50,000 രൂപയുടെ ഡയറക്റ്റ് ക്യാഷ് ഡിസ്കൗണ്ടും വരുന്നുണ്ട്. പ്ലസ് എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്, പിന്നെ കോർപ്പറേറ്റ് ഓഫർ വരുന്നുണ്ട്. അങ്ങനെ മൊത്തം ഓഫർ നോക്കുമ്പോൾ ഏകദേശം 80,000 രൂപയുടെ ഓഫറാണ് ഇഗ്നിസിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇഗ്നിസിൻ്റെ ബേസ് വേരിയൻറ്റിന് പ്രൈസ് വന്നിരുന്നത് 6,85,000 രൂപയുടെ അടുത്താണ്. ഈ ഓണം സീസണിൽ നിങ്ങൾക്ക് ഈ ബേസ് വേരിയൻറ്റ് ഏകദേശം 6,20,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. ബേസ് വേരിയൻറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മാനുവൽ മാത്രമാണ് വരുന്നത്, ഓട്ടോമാറ്റിക് വരുന്നില്ല. എന്നാൽ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്ന ഒരു ബേസ് വേരിയൻറ്റ് കാറാണ് ഇഗ്നിസ്. ഇനി ഓട്ടോമാറ്റിക് ഇഗ്നിസ് വേണ്ട ആൾക്കാർക്ക് സെക്കൻഡ് വേരിയൻ്റ് ഡെൽറ്റ തൊട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡെൽറ്റ വേരിയൻ്റ് ഓട്ടോമാറ്റിക്കിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഏകദേശം 8 ലക്ഷം രൂപയുടെ അടുത്തായിരുന്നു. ഇപ്പോൾ അത് 7,25,000 രൂപയ്ക്ക് എല്ലാ ഓഫറുകളും കഴിഞ്ഞ് ഓൺ റോഡ് ഇറക്കാം. ഡെൽറ്റയിലേക്ക് വരുമ്പോൾ ഫീച്ചേഴ്സിൽ കുറച്ചധികം ഡിഫറൻസ് വരുന്നുണ്ട്, പിന്നെ ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷനും വരുന്നുണ്ട്. ഡെൽറ്റ വേരിയൻറ്റിൽ മാനുവലിന് പ്രൈസ് വന്നിരുന്നത് 7,50,000 രൂപയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് 6,83,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഈ പ്രൈസ് കാര്യങ്ങൾ ഈ മന്തിലെ ഓണം ഓഫറോട് കൂടിയ പ്രൈസാണ്. നിങ്ങൾ ഈ കാണുന്ന ഇഗ്നിസിൻ്റെ ബേസ് വേരിയൻറ്റ് അത്യാവശ്യം ആക്സസറീസ് ഷോറൂമിൽ നിന്ന് ചെയ്ത ഒരു ഇഗ്നിസാണ്. അതായത് ഈ ഒരു ബേസ് വേരിയൻറ്റ് എടുത്തിട്ട് ഏകദേശം ഒരു 30,000 രൂപയുടെ ആക്സസറീസ് ഷോറൂമിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് കാറായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനം ഇഗ്നിസ് തന്നെയാണ്. ഇപ്പോൾ എനിക്ക് വാഹനത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് ഡൈനാമിക്സും ഇതിൻ്റെ ഒരു ലുക്കും സ്റ്റൈലിങ്ങും തന്നെയാണ്. നമുക്ക് ഈ വാഹനത്തിൽ എന്തെല്ലാം ആക്സസറീസാണ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്തു. ഇഗ്നിസിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻറ്റിൽ ടോപ്പ് എൻഡ് വരെ ഓൾമോസ്റ്റ് സെയിം ലുക്കാണ്. ഏറ്റവും ടോപ്പ് എൻഡായ ആൽഫ വേരിയൻറ്റിൽ മാത്രമാണ് നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് DRL പോലെയുള്ള കാര്യങ്ങൾ വരുന്നുള്ളൂ. സീറ്റ വേരിയൻറ്റ് വരെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് അല്ല എക്സാക്ട്ലി സെയിം ആണ്. ഫീച്ചേഴ്സിൽ മാത്രമാണ് ചെറിയ ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ എക്സ്റ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് തന്നെ നമുക്ക് സ്പാർക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഹാലജനാണ്. അതിനോട് ചേർന്ന് തന്നെ യൂണിറ്റായിട്ട് 10 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. താഴെ ഇതിന് ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഏകദേശം ഒരു 3,500 തൊട്ട് 4,000 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഫോഗ് ലൈറ്റ് നമുക്ക് ആക്സസറി ആയിട്ട് ചെയ്യാൻ പറ്റും ഷോറൂമിൽ നിന്ന്. ഫ്രണ്ടിൽ ആ ഒരു സിൽവർ കളർ സ്കിപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഒരു 180 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിന് തരുന്നത്. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റുകളിലും വരുന്നത് 15 ഇഞ്ച് വീൽസാണ്. അത് ഒരു 175, 65 or 15 ആണ് ടയർ സൈസ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ബേസ് വേരിയൻറ്റിൽ ഇൻഡിക്കേറ്റേഴ്സ് ഫെൻഡേഴ്സിൽ കൊടുത്തിരിക്കുന്നു. ബേസ് വേരിയൻറ്റിൽ വേറെ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇപ്പോൾ നമ്മളുടെ മിറർ ആണെങ്കിലും ഡോർ ഹാൻഡിൽസ് ആണെങ്കിലും നമുക്ക് ആ ഒരു ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ടോപ്പിൽ നമുക്ക് റൂഫ് റെയിൽസ് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ഒരു നോർമൽ ആൻറ്റിനയാണ് വരുന്നത്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും തന്നെയില്ല. പലർക്കും ഇഷ്ടപ്പെടാണ്ട് പോയതും ഇഗ്നിസിൻ്റെ ഒരു ബാക്ക് വശം തന്നെയാണ്. പക്ഷേ പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈനാണ് എൻ്റെ ബാക്ക് വശം. ഈ കാണുന്ന ബാക്കിലെ സ്പോയിലർ ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. നമുക്കൊരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ടെയിൽ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഹാലജനാണ്. ഇത് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇത് നമ്മുടെ റിവേഴ്സ് ലൈറ്റ്, ഇത് 10 ഇൻഡിക്കേറ്റേഴ്സ്, ബാക്കിയെല്ലാം റിഫ്ലക്റ്റേഴ്സാണ്. ബാക്കിൽ നമുക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഇതൊരു ക്യാമറ ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് മ്യൂസിക് സിസ്റ്റം. ബാക്കിൽ ഇവിടെ നമുക്കൊരു റിഫ്ലക്ടർ കാണാം. നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം സൈസായിട്ടുള്ള ഒരു ബൂട്ടാണ്. ഇതിനകത്ത് ഈ പാഴ്സൽ ട്രേ ഇത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്ത് ബൂട്ട് മാറ്റും ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഈ ബൂട്ട് മാറ്റ് എടുത്ത് മാറ്റുന്ന രീതിയിലാണ്. അതിൻ്റെ അടിയിൽ നമുക്ക് സ്പെയർ വീല് വരുന്നുണ്ട്. അതും ആ ഒരു സെയിം സൈസായിട്ടുള്ള സ്പെയർ വീലുകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ പലർക്കും ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാണ്ട് പോയതും ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ്. ഇനി ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബേസ് വേരിയൻറ്റ് കാറാണ്. അതിന് വേണ്ട ഒരു ബേസിക് ഫീച്ചേഴ്സ് മാത്രമാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ സീറ്റ് കവറുകൾ, നമ്മളുടെ സ്റ്റിയറിംഗിലെ ഗ്രിപ്പ്, ഇതെല്ലാം ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഒരു മ്യൂസിക് സിസ്റ്റം, ഒരു പൈനിയറിൻ്റെ ഒരു
6 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനോട് കൂടി മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അതിന് 4 സ്പീക്കറും ഒരു റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സ്റ്റീരിയറിലെ കളറ് നമുക്കിവിടെ ഡോർ ഹാൻഡിലും സെൻറ്ററിലും കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അതെല്ലാം ഈ ഒരു ബേസ് വേരിയൻ്റ് ആണെങ്കിലും മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 പവർ വിൻഡോ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ലോക്ക് ആൻഡ് അൺലോക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിലെ പവർ വിൻഡോസ് നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യേണ്ട രീതിയിലാണ്. മിററുകളും നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുള്ള മാനുവലി കൺട്രോൾ ചെയ്യണം. എനിക്ക് തോന്നുന്നു 2000 രൂപ 2500 കൊടുത്താണെങ്കിൽ മിറർ കൺട്രോളുകൾ നമുക്ക് ആക്സസറി ആയിട്ട് പുറത്തുനിന്ന് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൺട്രോൾ നമുക്കിവിടെ തന്നെ കൊടുക്കാനും പറ്റും. ഇപ്പോൾ ഡ്രൈവർ സീറ്റാണെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ഇവിടെയായിട്ട് ബേസ് വേരിയൻ്റ് തൊട്ട് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ഇത് നമ്മുടെ അലാറത്തിൻ്റെ ബട്ടണാണ്. ഇത് ഫോഗ് ലൈറ്റ് ആക്സസറി ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇനി അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വാഗണാറിലൊക്കെ കണ്ട അല്ലെങ്കിൽ ഇഗ്നിസിൻ്റെ എല്ലാ വേരിയൻറ്റുകളിലും കണ്ടുവന്നിരുന്ന ആ ഒരു സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. നോർമൽ കീ ആണ്. സെൻട്രൽ ലോക്കിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് ഷോറൂമിൽ നിന്ന് തന്നെ സെൻട്രൽ ലോക്കിങ് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ വണ്ടി വാഹനം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാഗണാറിലൊക്കെ കണ്ടുവന്നിരുന്ന സെയിം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് അതിനകത്ത് കിട്ടുന്നുണ്ട്. ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു MT, പിന്നെ എന്തോരം ഓടാനുള്ള കിലോമീറ്റർ ബാക്കിയുണ്ട്, അങ്ങനെ ഒരു ഇതും വേണ്ട ഇൻഫർമേഷൻ. RPM മീറ്ററും വരുന്നില്ല. പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് വേരിയൻ്റായ സീറ്റ വേരിയൻ്റ് തൊട്ട് നമ്മുടെ മീറ്റർ കൺസോൾ ആണെങ്കിലും ഒരു നെക്സ്റ്റ് ലെവൽ മീറ്റർ കൺസോളിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നല്ല സ്പോർട്ടി ആയിട്ടുള്ള മീറ്റർ കൺസോൾ പ്ലസ് RPM മീറ്റർ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സെക്കൻഡ് വേരിയൻറ്റിന് ബഡ്ജറ്റ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും അത് ചൂസ് ചെയ്യാം. ഇപ്പോൾ 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ പോലെയുള്ള ഫീച്ചേഴ്സും അതിനകത്ത് ആഡ് ആവുന്നുണ്ട്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ട് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷനൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് പ്ലെയിൻ സ്റ്റിയറിംഗ് വീലാണ്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പൈനിയറിൻ്റെ ചെറിയൊരു മ്യൂസിക് സിസ്റ്റം ചെയ്തിരിക്കുന്നു. അതിനകത്ത് അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ജസ്റ്റ് ദ ജോബ് ഡൺ എന്നുള്ള രീതിയിലുള്ള റിവേഴ്സ് ക്യാമറ. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു 10 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സ്ക്രീനൊക്കെ ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. വിത്ത് 4 സ്പീക്കർ 360 ക്യാമറ ഉൾപ്പെടെ ചെയ്യാനായിട്ട് ഏകദേശം 25,000 തൊട്ട് 30,000 രൂപയാണ് കോസ്റ്റ് വരുന്നുള്ളൂ. അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് ഓട്ടോ, നമ്മുടെ മാനുവൽ, നമ്മുടെ AC കൺട്രോളിൻ്റെ യൂണിറ്റ്, ഇവിടെ 12 വോട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാ സ്റ്റോറേജ് സ്പേസുകളാണ്. നമ്മുടെ ഗിയർ ലിവർ ആണ് 5 സ്പീഡ് മാനുവൽ, സെൻറ്റർ ആംബ്രസ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊന്നും. സീറ്റ് ബെൽറ്റുകൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും കൊടുത്തിട്ടില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്. സൺവൈസേഴ്സ് 2 വരുന്നുണ്ട്. 2ലും കോ ഡ്രൈവർ സൈഡിൽ മിറർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. സെൻട്രൽ മിറർ മാനുവൽ ഡിമ്മിംഗ് ഒന്നും ഇല്ലാതെ നോർമൽ മിററുകളാണ്. നമുക്കിവിടെ ഒരു റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു ബേസ് വേരിയൻറ്റിൻ്റെ ഇന്റീരിയർ ലുക്ക്. ഏകദേശം ഒരു 35,000-40,000 രൂപയുടെ ആക്സസറീസ് ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇഗ്നിസിൻ്റെ ബ്രാൻഡിങ്ങോട് കൂടി ഒരു മാറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വിനൽ ഫ്ലോറിങ്ങും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇഗ്നിസിൻ്റെ ഡോർ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. മാരുതിയിൽ ഏറ്റവും വൈഡായിട്ട് തുറക്കുന്ന ഡോറുകൾ എനിക്ക് തോന്നുന്നു ഇഗ്നിസിൻ്റേതാണ്. ഇപ്പോൾ ഇതിൽ ഫുള്ളി ബ്ലാക്ക് കളറിലെ ഡോർ പാഡുകളാണ്. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നോർമൽ പഴയ ടൈപ്പ് വിൻഡോസ് ആണ് വരുന്നത്. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നു. ബാക്കിൽ പിന്നെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. 2 പേർക്കുള്ള സീറ്റ് ബെൽറ്റുകൾ. സെൻറ്റർ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റോ സീറ്റ് ബെൽറ്റ് ഒരു റൗണ്ടഡ് സീറ്റ് ബെൽറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ബാക്കിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ സീറ്റ് കവർ ഇട്ടേക്കുന്നതാണ്. സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. അത്യാവശ്യം വേണ്ട ലെഗ് റൂം ആൻഡ് നീ റൂം നമുക്ക് ഇതിനകത്ത് കാണാം. ഹെഡ് റൂം നോക്കുമ്പോഴാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം ഉണ്ട്. ഏകദേശം ഒരു 10-15 സെൻറ്റിമീറ്ററിൻ്റെ ഹെഡ് റൂം നമുക്ക് ഇതിനകത്ത് ബാലൻസ് കാണാം. ബാക്കിൽ നമുക്ക് ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നു. 2 വശത്തും സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ. വേറെ റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ പലരും ഇഗ്നിസിനെ കമ്പയർ ചെയ്യുന്നത് മാരുതിയുടെ തന്നെ വാഗണാർ അല്ലെങ്കിൽ സെലേറിയോ ആയിട്ടാണ്. സെലേറിയോയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിലും ഫാർ ബെറ്റർ ആണ് നമ്മളുടെ ഇഗ്നിസ്. അറ്റ് ദ സെയിം ടൈം വാഗണാറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ വാഗണാറിനേക്കാളും കുറഞ്ഞ പ്രൈസിന് ഇതിൻ്റെ പല വേരിയൻറ്റുകളും ഓൺ ഓഫ് റോഡ് കൂടി അവൈലബിൾ ആണ്. വാഗണാറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് അതിനകത്ത് കുറച്ചും കൂടി ഇൻറ്റീരിയർ സ്പേസ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. പക്ഷേ മറ്റ് വാഹനം ഓടിക്കാനുള്ള കംഫർട്ടാണെങ്കിലും കുറച്ചും കൂടി ഒരു സേഫായിട്ട് ഫീൽ ചെയ്യുന്നത് എല്ലാം നമുക്ക് ഇഗ്നിസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇഗ്നിസ് ഒന്ന് ഓടിച്ചു നോക്കാം. എല്ലാവരും വാഹനം ഓടിക്കുന്നതിന് മുമ്പ് മസ്റ്റായിട്ടും സീറ്റ് ബെൽറ്റ് ധരിക്കുക. നിങ്ങളുടെ കൂടെ പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് സീറ്റ് ബെൽറ്റ് ധരിക്കാനായിട്ട് പറയുക. കറക്റ്റായിട്ട് സ്പീഡിൽ മാത്രം വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കുക. ഓവർ സ്പീഡിങ് പാടില്ല. നമ്മളുടെ നാട്ടിലെ റോഡിൻ്റെ അവസ്ഥ അറിയാം. മാക്സിമം നമുക്കൊരു 70-80 കിലോമീറ്റർ സ്പീഡ് വരെ വാഹനം ഓടിക്കാനായിട്ട് പറ്റുള്ളൂ. പോക്കറ്റ് റോഡുകളിൽ ഒരു 60 കിലോമീറ്റർ താഴെ, അല്ലെങ്കിൽ നമ്മളെ നോർമൽ റോഡുകളിൽ 60 കിലോമീറ്റർ താഴെ സ്പീഡിൽ വാഹനം ഓടിക്കാനായിട്ട് പറ്റുക. അപ്പോൾ നമുക്ക് ആ വാഹനം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഡ്രൈവിംഗ് സീറ്റ് കറക്റ്റ് പൊസിഷനിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മളുടെ കൈ ഒരു V ഷേപ്പിലാണ് ഇരിക്കേണ്ടത്. അതിനുശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പിൽ നോർമൽ മോഡിലാണ് അല്ലെങ്കിൽ ന്യൂട്രലാണെന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പം നിങ്ങൾ ഈ കണ്ട ചെറിയൊരു സൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ഷേക്കിംഗ് ആണ് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളത്. ഇതൊരു 4 സിലിണ്ടർ ട്രയൽ ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള
പെട്രോൾ എഞ്ചിനാണ് നമ്മളുടെ മാരുതിയുടെ ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന സെയിം 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. ഡ്യുവൽ ജെറ്റ് അല്ല, അതിന് തൊട്ട് മുമ്പത്തുള്ള എഞ്ചിൻ. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് കംഫോർട്ടും നല്ലൊരു പെപ്പി ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഇഗ്നിസ് ഓടിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ വാഹനത്തിന്റെ ഒരു എഞ്ചിൻ പവർ തന്നെയാണ്. ആ 1.2 ലിറ്റർ പഴയ സ്വിഫ്റ്റിലൊക്കെ ഉപയോഗിച്ച സെയിം എഞ്ചിനാണ്. ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ VVT അല്ല, അതിന് തൊട്ട് മുമ്പുള്ള എഞ്ചിൻ. ഏകദേശം 82 HP അടുത്താണ് കമ്പനി ഇതിന് പവർ പറയുന്നത്. ആ പവർ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതൊരു ചെറിയ വാഹനമാണ്. കാല് കൊടുക്കുന്നതിനനുസരിച്ചുള്ള റെസ്പോൺസീവ് വാഹനം തരുന്നുണ്ട്. പിന്നെ ഇതൊരു നാച്ചുറലി ആസ്പെക്ട് എഞ്ചിൻ ആയതുകൊണ്ട് 4th ഗിയറിൽ അല്ലെങ്കിൽ ഒരു 5th ഗിയറിലാണെങ്കിലും നമുക്കൊരു 40 കിലോമീറ്റർ താഴെ സ്പീഡിൽ ഈ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു ഓട്ടോമാറ്റിക് എടുക്കുന്ന ആൾക്കാർക്ക് മാനുവൽ എടുക്കുന്നവർക്കാണെങ്കിലും അത്യാവശ്യം നല്ല മൈലേജ് ലഭിക്കും. പലർക്കും ഉള്ളൊരു സംശയമാണ് ഈ വാഹനത്തിന് എത്ര മൈലേജ് ലഭിക്കും എന്നുള്ളത്. ഇതിപ്പോൾ ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ VVT സ്വിഫ്റ്റിനൊക്കെ കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഏകദേശം 24 കിലോമീറ്ററും ആ സമയത്ത് ഇഗ്നിസിന് 22 കിലോമീറ്റർ അടുത്താണ് മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഈ വാഹനം ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഏകദേശം 8000 കിലോമീറ്റർ ഓടിയൊരു വെഹിക്കിളാണ്. ഇതിന് കാണിക്കുന്ന മൈലേജ് 17.1 ആവറേജ്. അപ്പോൾ ഒരു 17, 18, 19 ആ ഒരു റേഞ്ചിൽ നമുക്ക് ആവറേജ് മൈലേജ് ഇന്ന് സിറ്റിയിൽ പ്രതീക്ഷിക്കാം. അത് ഓരോരുത്തർ ഓടിക്കുന്ന ഒരു സ്റ്റൈലിനെ ബേസ് ചെയ്ത് ചെറുതായിട്ട് മാറിക്കൊണ്ടിരിക്കും. അതിപ്പോൾ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ അത് AMT ആയതുകൊണ്ട് മൈലേജിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്സൊക്കെ ഈ വാഹനം ഉപയോഗിക്കുന്നവരുണ്ട്. അവർക്കും ഏകദേശം ഒരു 16നും 18നും ഇടയ്ക്ക് ആവറേജ് മൈലേജ് ലഭിക്കുന്നുണ്ട്. ഇഗ്നിസിന്റെ വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഒരു ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇഗ്നിസ്. ഇതിന്റെ ഓട്ടോമാറ്റിക്കും കൂടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പ്രായമായ ആൾക്കാർക്ക് വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് കിടക്കാം. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യമുള്ളതുകൊണ്ട് ലേഡീസിന് കൊണ്ടുനടക്കാം. ചെറിയ വാഹനമാണ്. അതുപോലെ തന്നെ സിറ്റി യൂസിനും ഹൈവേ യൂസിനും ഒരേപോലെ പറ്റുന്ന ഒരു വാഹനമാണ് ഇഗ്നിസ്. അങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ, അതല്ല അതിൻ്റെ ഒരു നെക്സ്റ്റ് സെഗ്മെന്റുള്ള മൈക്രോ SUV സെഗ്മെന്റിലേക്ക് വന്നാലും എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ സെഗ്മെന്റിലെ മറ്റു കാറുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ബേസ് വേരിയന്റ് തൊട്ട് ഉൾപ്പെടുത്തുന്ന ഒരു വാഹനമാണ്. ഇഗ്നിസ് ശരിക്കും കോമ്പീറ്റ് ചെയ്യുന്നത് മാരുതിയുടെ തന്നെ സെലേറിയോ ആയിട്ടും വാഗണാറുമായിട്ടാണ്. വാഗണാറിന്റെ ZXi വേരിയന്റ് അല്ലെങ്കിൽ ZXi പ്ലസ് വേരിയന്റിലാണ് ഇഗ്നിസിൽ കിട്ടുന്ന ഈ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതല്ല, അതിനകത്ത് ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ VVT എഞ്ചിനാണ് വരുന്നത്. അതിന് ഏകദേശം 24 കിലോമീറ്റർ അടുത്ത് മൈലേജ് ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. പക്ഷെ വാഗണാർ ഉപയോഗിക്കുന്നവർക്കും റിയൽ ലൈഫിൽ ഒരു 18-നും 20-നും ഇടയ്ക്ക് തന്നെയാണ് മൈലേജ് ലഭിക്കുന്നുള്ളൂ. വാഗണാറിന്റെ ZXi ആയാലും ZXi പ്ലസ് വേരിയന്റിൽ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഫീച്ചേഴ്സ് ഇഗ്നിസിന്റെ ഡെൽറ്റ അല്ലെങ്കിൽ സീറ്റ വേരിയന്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പ്രൈസ് ആണെങ്കിൽ ആ ഒരു വാഗണാറിന്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ് വരുന്നത്. സെയിം തന്നെയാണ് സെലേറിയോയുടെ ടോപ്പ് എൻഡ് എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഗ്നിസും കൂടി ഒന്ന് ഓടിച്ചു നോക്കാം. സെലേറിയോയുടെ മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്നത് അതിന്റെ മൈലേജ് മാത്രമാണ്. ഇപ്പൊ കമ്പനി 26 ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഒരു 20-21 തന്നെയാണ് മൈലേജ് ലഭിക്കുന്നുള്ളൂ. ഞാൻ ഓൺലൈനിൽ നോക്കി കഴിഞ്ഞപ്പോഴും അതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇഗ്നിസ്, സെലേറിയോ, സിട്രൺ C3 നോൺ ടർബോ വേരിയന്റ്, പഞ്ച്, ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ എടുക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇഗ്നിസും കൂടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. നിങ്ങളൊരു പുതിയ വാഹനം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണ് എങ്കിൽ ഈ ഫെസ്റ്റീവ് സീസണുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. വാഹനം എന്നല്ല, നമ്മൾ എന്ത് സാധനം കേരളത്തിൽ വാങ്ങാനാണെങ്കിൽ ഓണം സീസണാണ് ബെസ്റ്റ്. അപ്പോൾ ഈ ഓണം സീസണൊക്കെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ വാഹനത്തിന് മാക്സിമം ഡിസ്കൗണ്ട് ലഭിക്കും. ആക്സസറീസിന്റെ കൂപ്പണുകൾ കിട്ടും. അഡീഷണൽ ഗോൾഡ് കോയിൻ അങ്ങനെ പോലെയുള്ള ഓഫറുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ മാരുതിയുടെ മറ്റു വാഹനങ്ങളുടെയും ഓഫറും ഡിസ്കൗണ്ടുകളും നമുക്ക് വരും വീഡിയോസിൽ ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതിൽ ഏറ്റവും വാല്യൂ ഫോർ മണി ഓഫറും ഏറ്റവും ബെസ്റ്റ് ഓഫറൊന്നും എനിക്ക് ഫീൽ ചെയ്ത് ഇഗ്നിസിന്റെ ഓഫർ തന്നെയാണ്. ഇഗ്നിസിന് ഇയർ എൻഡ് സെയിലിൽ വന്നതിനേക്കാളും കുറച്ചും കൂടി ഓഫർ കൂടുതൽ ഇത്തവണ ഓണം സെയിലിൽ നെക്സ മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മാരുതി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് ഡിവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ പ്രൈസ് ഈ മന്ത് ഓണം ഓഫ് റോഡ് കൂടിയ പ്രൈസാണ്. ഈ വീഡിയോ നിങ്ങൾ ചിലപ്പോൾ 1-2 മാസം കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ഒരു പ്രൈസ് ആയിരിക്കില്ല വാഹനത്തിന് വരുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.